ഗായ്സ് ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തൊരു സാധനമാണ് നമ്മൾ ഇന്ന് പൊക്കിയിട്ടുള്ളത്. ഇതേ കണ്ടോ, ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് കൂടിയ ഫർണിച്ചറുകളെല്ലാം ഈസി ആയിട്ട് ഉരുട്ടി കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഐറ്റം നമ്മൾ ആ ഫർണിച്ചറിന്റെ അടിയിൽ അങ്ങോട്ട് പൊക്കി വെച്ചു കൊടുത്തേച്ചാൽ മതി. അതാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗായ്സ്. ഈ സാധനം നമ്മൾ വാങ്ങിയിട്ട് ഗായ്സ് ദേ നോക്ക് ബാ, ഇത് പൊട്ടിച്ച് നോക്കിയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. കമാൺ. ഗൈസ് ഇങ്ങനെ 5 ഐറ്റമാണ് വന്നേക്കുന്നത്. 4 വീല്, ഈ വീലുള്ള 4 ഐറ്റവും. ഇതിനോട് ഒരു ഗ്രിപ്പൊക്കെ തന്നിട്ടുണ്ട്. അത് റബ്ബറിന്റെ ഗ്രിപ്പാണ്. വീല് പ്ലാസ്റ്റിക്കിന്റെ വീലാണ് വന്നേക്കുന്നത്. പിന്നെ ഇതിന്റെ നടുവിലുണ്ടോ ഇരുമ്പാണ്. ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ, ഈ ബോഡിയും പ്ലാസ്റ്റിക് ആണ്. അങ്ങനത്തെ 4 തന്നിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് നല്ല മെറ്റലാണ് കേട്ടോ, നല്ല വെയിറ്റ് ഉള്ള സാധനമാണ്. അതിന് ഇതുപോലെ ഒരു 4 വീല് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് അട്ടും ബോൾട്ടൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ ഇളകി കളിക്കുന്നുണ്ട്. ഇതിങ്ങനെ ഫർണിച്ചറിൻ്റെ അടിയിലോട്ട് കുത്തി കയറ്റിയിട്ട് നമ്മൾ ഈ ഭാഗം കൂടെ താത്തി കഴിയുമ്പോൾ ഫർണിച്ചർ ഇങ്ങനെ പൊന്തും. അപ്പോൾ നമ്മൾ ഈ സാധനം എടുത്തിട്ട് ഫർണിച്ചറിൻ്റെ അകത്തോട്ട് വെക്കണം. അങ്ങനെ ആയിരിക്കാം. ഓക്കെ ഗൈസ്, കമോൺ, നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ബാ ഗൈസ്, നമ്മുടെ ആദ്യത്തെ ടെസ്റ്റിംഗ് തന്നെ നമ്മുടെ ഈ ടേബിളിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. ബാ, ഇതിൻ്റെ ടച്ച് ആവുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കയറ്റി വെക്കുക. കയറ്റി വെച്ചിട്ട് ഇതിങ്ങനെ പൊന്തിച്ചു കൊടുക്കുക. ഈസി ആയിട്ട് പൊങ്ങുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ വീലുള്ള ഐറ്റം ഇത് ഏത് ഡയറക്ഷനിലാണ് വെക്കേണ്ടത് അറിഞ്ഞൂടാ. തൽക്കാലം ഞാൻ ഇങ്ങനെ വെക്കുന്നുണ്ട്. ഈ സൈഡിലും കൂടെ വെക്കണം. ഇത് ഇങ്ങനത്തെ ഈ ഒരു ഡയറക്ഷനിലാണ് ഞാൻ ഇപ്പോൾ ഇത് വെച്ചേക്കുന്നത്. ഇനി മറ്റേ സൈഡിലും കൂടെ വെക്കാം. ഇത് ജസ്റ്റ് നമ്മൾ ഇതിനകത്ത് ഇടുന്നു, പൊക്കുന്നു. നമ്മൾ ഇതിങ്ങനെ കയറ്റുന്നു, ഇത് താക്കുന്നു, ഇവിടെ ഇത് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഈ വീലുണ്ടായതുകൊണ്ട് നമ്മളിത് തള്ളിക്കഴിഞ്ഞാൽ ഇത് നീങ്ങി പോകേണ്ടതാണ്. നമുക്ക് തള്ളി നോക്കാം. ഇതിനെ നമ്മളിവിടെ സൈഡിൽ വെക്കുകയാണ്. ഈ വീല് കുറച്ച് തിരിഞ്ഞു പോയി. ഗായ്സ്, ഇതിൻ്റെ ഡയറക്ഷൻ, ഈ സാധനം നമ്മൾ വെക്കുന്നതിൻ്റെ ഡയറക്ഷൻ ശരിക്കും വെക്കണം. കാരണം ഇതിൻ്റെ വീല് കറക്റ്റ് മുന്നോട്ടേക്കാണ് നിൽക്കുന്നത്. നമുക്ക് സൈഡിലോട്ടോ ബാക്കിലോട്ടോ ഒന്നും തിരിച്ചും മറിച്ചൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇനി അത് റിട്ടേൺ ഇങ്ങോട്ട് വലിക്കുവാണ്. നോക്കിക്കോ, ഫുൾ സീനാണ് ഗായ്സ്. അടിപൊളിയിൽ വരുന്നുണ്ട്. ഗായ്സ് ഇതപ്പോൾ സക്സസ് ആണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ചെയ്ത് സക്സസ് ആണ്. പക്ഷേ ഇത് നമുക്ക് സൈഡിലോട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. സൈഡിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു ട്രിക്ക് ചെയ്യണം. നമ്മൾ ഇതിൻ്റെ ഈ ഡയറക്ഷൻ മാറ്റി കൊടുക്കണം. ഗായ്സ് ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീല് ഈ ഒരു ഡയറക്ഷനിലാണ് പോവുക. നമ്മൾ സ്ട്രെയിറ്റ് ആണ് ഇപ്പോൾ നമ്മൾ കാണിച്ച പോലെ ഇത് പോവുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ വീല് കണ്ടോ, ഇത് ഇങ്ങനെ നേരത്തെ നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് തിരിച്ചും മറിച്ചൊന്നും കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അപ്പോൾ ഇത് ഇങ്ങോട്ട് വലിക്കണം. എന്നിട്ട് സൈഡിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ തിരിച്ചാൽ മതി. ഇതിനകത്ത് ഫിക്സ്ഡ് അല്ല, ആ റബ്ബർ ഫിക്സ്ഡ് അല്ല. ആ റബ്ബർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സാധനമാണ്. അതുകൊണ്ട് ഈസി ആയിട്ട് തിരിക്കാൻ പറ്റും. അങ്ങനെ ഈ 4 ചക്രവും ഇതുപോലെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ 4 ചക്രവും നമ്മൾ ഇതുപോലെ തിരിച്ചു വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് തള്ളി നോക്കാം. ഇനി നമ്മൾ ആ ഡയറക്ഷനിൽ തള്ളിക്കഴിഞ്ഞാൽ അങ്ങോട്ടാണ് വീല് പോവുക കേട്ടോ. ഇപ്പം അങ്ങോട്ടാണ് പോകുന്നത്. ഇനി അങ്ങോട്ടേക്കും തള്ളാണ് കണ്ടോ. ഗായ്സ് അടുത്തായിട്ട് നമ്മൾ ഈ അലമാറക്കകത്താണ് ഇത് പരീക്ഷിക്കാൻ വേണ്ടി പോകുന്നത്. ബാ, പക്ഷേ ഇതുകൊണ്ട് നമുക്ക് ഈ അലമാറ പൊക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ ഉള്ളിലെ കയറൂലല്ലോ, ഇത് ഫുൾ ടച്ച് അല്ലേ. അപ്പോൾ നമുക്ക് അലമാറ പൊന്തിച്ച് കൈ കൊണ്ട് പൊക്കി കൊടുക്കേണ്ടി തന്നെ വരും. ഇതേ ഞാൻ ജസ്റ്റ് ഒന്ന് പൊന്തിക്കുന്നുണ്ട്. ഒരു പീസ് ഇവിടെയും വെക്കുകയാണ്. ഇനി മറ്റേ സൈഡിലും കൂടെ 2 വെക്കാം. ഗായ്സ് ഇത് നമ്മൾ 4 സൈഡിൽ ഫിറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം എനിക്ക് ഒരു സൈഡിലേ നോക്കാൻ പറ്റുള്ളൂ. ഞാൻ തള്ളുവാണ്.
ഒരു വീൽ ഊരിപ്പോയി. ഇത് തള്ളുന്ന സമയത്ത് 4 വീലിൽ ഒരു വീലൊക്കെ ഊരി വരുന്നുണ്ട് ഉണ്ടോ, നമുക്ക് ശരിക്കും തള്ളി കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മളിപ്പോ ഇത് വെച്ചിട്ട് തള്ളുവാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു വീല് ഊരി പോകുന്നുണ്ട്, നോക്കിയോ. അതേണ്ട ഊരി കണ്ട. ഗായ്സ്, അലമാരക്കകത്ത് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് പിടിക്കുമ്പോൾ തന്നെ അലമാര പൊങ്ങുന്നുണ്ട്. ആ പൊങ്ങുന്നതിൽ ഇത് വീല് ലൂസായിട്ട് ഊരി പോവാണ്. നല്ല വെയിറ്റ് ഉള്ള സാധനമാണെങ്കിൽ ഇത് കറക്റ്റ് അവിടെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ അലമാരക്കകത്ത് നമ്മൾ ചെയ്ത് നോക്കിയിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് നല്ല വെയിറ്റ് വേണം. വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് വേറെ ഐറ്റം നോക്കാം. ഗായ്സ്, അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജിന്റെ കാലിന് നമുക്ക് ഈ സുനാപ്പി വെച്ച് നോക്കാം. പിന്നെ ഈ ഐറ്റം ഉണ്ടല്ലോ, നമ്മളിത് വെയിറ്റ് ഉള്ള എന്തെങ്കിലും ഫർണിച്ചറൊക്കെ പൊന്തിക്കാൻ മാത്രമേ ഇത് ഉപകാരപ്പെടുകയുള്ളൂ. ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെയിറ്റ് ഇല്ലാത്തതാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പൊക്കി വെച്ച് കൊടുക്കാൻ പറ്റും. കണ്ടോ, ഗായ്സ്, ഈ ഫ്രിഡ്ജിന് കാലില്ലാത്തതുകൊണ്ട്, ഈ വികലാംഗനായതുകൊണ്ട് നമ്മളിത് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് വെക്കുന്നത്. ജസ്റ്റ് നമുക്ക് ഇതുകൊണ്ട് പൊന്തിച്ച് കൊടുക്കാം. ഇത് നമുക്കിത് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ കാലില്ലാത്തതുകൊണ്ട് ഇവിടെ നിലത്ത് ടച്ചായി നിൽക്കുന്ന ഭാഗത്താണ് നമ്മളിത് വെക്കുന്നത്. ഓക്കേ, ഈ ഫ്രിഡ്ജിനകത്തും സാധനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ വീല് ഊരി പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും തള്ളി നോക്കാം, എല്ലാം തള്ളി നോക്കാം. വാവ്, ഇതിനകത്തെ പ്രശ്നമൊന്നുമില്ല, അത് കൂളായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഗായ്സ്, ഒരു വീല് ഊരി. ഗായ്സ്, ഇതിൽ നല്ല വെയിറ്റ് ഉണ്ടെങ്കിലേ ഇത് നമ്മളിങ്ങനെ തള്ളിക്കൊണ്ടുപോകുമ്പോൾ ഈ വീല് ഊരി വരാതെ നിൽക്കുകയുള്ളൂ കേട്ടോ. ഗായ്സ്, അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ചെറിയ ചിന്ന സോഫയിലാണ്. ഇതിനകത്ത് നമുക്ക് ഈ സാധനം കൊണ്ട് ഉപയോഗമില്ല. നമ്മളിത് ഇതിൻ്റെ ഈ 4 ഭാഗവും നിലത്ത് ടച്ച് ആവുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് ഇത് കൈ കൊണ്ട് എടുത്ത് വെക്കേണ്ടി വരും. കൈ കൊണ്ട് ഇങ്ങനെ പൊന്തിച്ച് വെച്ചതിന് ശേഷം പിന്നെ ഇത് ഇടേണ്ടി വരും. ഉണ്ടാ, ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് പൊക്കിയിട്ട് ഇത് വെച്ച് കൊടുത്താൽ മതി. ഇത്തരം ചെറിയ ചെറിയ ഫർണിച്ചറിനൊന്നും ഈ സാധനം ഉപയോഗിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് കൈ കൊണ്ട് എടുത്ത് പൊക്കി മാറ്റിയാൽ പോരെ. പക്ഷേ ഇതിന്റെ യൂസ് വരുന്നത് വലിയ ഫർണിച്ചറുകളിലാണ്. നമ്മളടുത്ത് വലിയ വലിയ ഫർണിച്ചറുകൾ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ചിന്ന ചിന്ന ഫർണിച്ചറിൽ നോക്കുന്നത്. മറ്റേ ഭാഗത്തും വെച്ചുകൊടുക്കാം. അതേ, നോക്കിയോ. ഈസി ആയിട്ട് തള്ളിക്കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. നമുക്ക് കൂടുതൽ സീനിലാണ് നമുക്ക് തള്ളാൻ പറ്റുന്നത്. ഗൈസ്, അപ്പോൾ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഐറ്റം ഉണ്ടല്ലോ, ഈ ഐറ്റം നമുക്ക് എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യാൻ പറ്റില്ല. വലിയ വെയിറ്റ് ഉള്ള ഫർണിച്ചറുകൾ അത് തന്നെ താഴെ ഫ്ലോറിൽ ടച്ച് ചെയ്യാത്ത ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിട്ടിട്ട് ഇങ്ങനെ പൊക്കേണ്ട ആവശ്യമുള്ളൂ. ടേബിളും കാര്യങ്ങൾക്കൊന്നും അതിൻ്റെ വീലിനൊന്നും ഇതിട്ട് കുത്തി പൊക്കാനൊന്നും പറ്റില്ല. താഴെ തട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് പൊക്കിയെടുക്കാൻ പറ്റില്ലല്ലോ. ഇതിൻ്റെ വീലൊക്കെ വരുന്നത് നല്ല അടിപൊളി പ്ലാസ്റ്റിക് ആണ്. പിന്നെ ഈ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന അയണൊക്കെ നല്ല ഇരുമ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ യൂസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഗൈസ്. ഇത് നമ്മൾ എവിടെ യൂസ് ചെയ്യേണ്ടതെന്ന്, ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. ഇത് അവന്മാർ കാണിച്ചേക്കുന്ന ബെഡിൻ്റെ താഴെ സോഫയ്ക്ക് അടിയിലൊക്കെ കൊണ്ടുവച്ചിട്ട് ജസ്റ്റ് അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വലിച്ചിടുമ്പോൾ സ്ക്രാച്ച് ആവാതിരിക്കാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാന്നുള്ളതാണ്. ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. നിങ്ങൾ തന്നെ പറ, താഴെ കമൻറ്റ് ചെയ്യുക. ഇത് ക്വാളിറ്റി വൈസിലും അതുപോലെ ഇതിൻ്റെ വർക്കിംഗ് വൈസിലൊക്കെ സാധനം സൂപ്പറാണ്.